സിംഗപ്പൂരിൽ ഒരു ബാങ്കിൻ്റെ പേര് DBS എന്നായിരുന്നു. വളരെ മോശം രീതിയിൽ പ്രവർത്തിച്ചു വന്നതുകൊണ്ട് എല്ലാറ്റിലും ഒരു മാന്യം അതിൻ്റെ പ്രവർത്തനത്തിലുണ്ടായതുകൊണ്ട് തന്നെ ആളുകൾ DBSൻ്റെ ഫുൾ ഫോം ഡാം ബ്ലഡി സ്ലോ എന്ന് കളിയാക്കി വിളിച്ചു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരനായ പീയൂഷ് എന്ന് പറയുന്ന ഒരു CEO അതിൻ്റെ ചുമതല ഏറ്റെടുത്തു. അതിനെ അതിവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും 125-ാം സ്ഥാനത്തുള്ള ആ ബാങ്കിനെ സിംഗപ്പൂരിലെ 1-ാം സ്ഥാനത്തെത്തിക്കുകയും ചെയ്തു. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപം നമ്മുടെ ഭരണം, ആ ഭരണരംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഡാം ബ്ലഡി സ്ലോ ആയിരുന്നു. അതിനെ അതിവേഗം ഇന്ത്യയിലെ 1-ാം സംസ്ഥാനമാക്കാൻ നമുക്കിതാ ഒരു പ്രഗത്ഭനായ വ്യക്തി അതിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് കേരളം അദ്ദേഹത്തെ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും പുതിയ തലമുറ വലിയ ഫ്രസ്ട്രേഷനിലാണ്. അതുകൊണ്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് 2 കോടിയിലധികം ആളുകളുടെ പിന്തുണ ലഭിച്ചത്. ടെക്നോളജി പഠിച്ച് വലിയ ഉദ്യോഗങ്ങൾ ലഭിക്കുമെന്ന് സ്വപ്നം കാണുന്നവർക്കൊന്നും അത് സാധ്യമാകാതെ വന്നപ്പോൾ അവർ വേറെ വഴികൾ തേടുകയാണ്. നമ്മൾ VD സതീശൻ ഒരു പുസ്തകം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം കണ്ടിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ടെക്നോ ക്യാപിറ്റലിസം എന്നാണ്. ജെൻ സിയോട് സംവദിക്കാൻ കേരളത്തിന് ഏറെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച ഒരു മുഖ്യമന്ത്രിയാണ് VD സതീശൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എത്തുന്നിടത്തൊക്കെ ഏറ്റവും കൂടുതൽ പുതിയ തലമുറയാണ്. ജെൻസി കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് ആൽഫയും അദ്ദേഹത്തെ കാണുമ്പോൾ ഓടി അണയുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ബീറ്റ, ആ ബീറ്റയും അതിനുശേഷമുള്ള ജനറേഷനും കഴിഞ്ഞിട്ടേ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിൽ നിന്നും പോവുകയുള്ളൂ. കാരണം ഇതിവിടെ തുടങ്ങുക മാത്രമാണ്. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. തുടർഭരണങ്ങളിലൂടെ ഈ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെയാണ്, അദ്ദേഹത്തിൻ്റെ പുസ്തക വായനയിലൂടെയാണ്. അദ്ദേഹം വായിക്കുന്ന പുസ്തകം നോക്കി അത് പോയി വാങ്ങുക എന്നുള്ളതാണ് എനിക്ക് ആകെ ചെയ്യാനുള്ളത്. കാരണം ആ പുസ്തകം വായിച്ചാൽ എപ്പോഴെങ്കിലും ഒരു VD സതീശനാകാൻ പറ്റുമല്ലോ എന്നുള്ള പ്രതീക്ഷയാണ്. അതുകൊണ്ട് ഈ അടുത്ത് അദ്ദേഹം വായിച്ചൊരു പുസ്തകം യുവൽ നോഹ ഹരാരിയുടെ നെക്സസ് എന്ന് പറയുന്ന പുസ്തകം, അതുപോലെ തന്നെ മെനപ്പോസ് ബ്രെയിൻ എന്ന് പറയുന്ന പുസ്തകം, അങ്ങനെ പുസ്തകങ്ങളുടെ ഒരു ലോകത്ത് ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ സംസാരം പൊതുസമൂഹം കാതോർത്തിരിക്കുന്നുണ്ട്. ഞാൻ അത്ഭുതപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ തലമുറ ബ്രെയിൻ റോട്ടിൽപ്പെട്ടിട്ട് അല്പസമയം പോലും ഒന്നിൽ ശ്രദ്ധിച്ചിരിക്കാതെ വേറൊന്നിലേക്ക് വഴിമാറുന്ന പുതിയ തലമുറയാണ്. ബ്രെയിൻ റോട്ട് സംഭവിച്ചിരിക്കുന്നത്. ആ ബ്രെയിൻ റോട്ട് സംഭവിച്ച തലമുറ എങ്ങനെയാണ് VD സതീശൻ നടത്തുന്ന മണിക്കൂറുകളുള്ള പ്രസംഗം കേട്ടിരിക്കുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അദ്ദേഹത്തിനറിയാം ഏത് ആളോട് ഏത് രീതിയിൽ സംസാരിക്കണം എന്നുള്ളത്. അത് ക്രിസ്തീയ സദസ്സിലാണെങ്കിൽ
അത് ബൈബിൾ വെച്ച് സംസാരിക്കും, അത് മുസ്ലിം സമൂഹത്തിൻ്റെ ഇതിലാണെങ്കിൽ അദ്ദേഹം ഖുർആൻ വെച്ച് സംസാരിക്കും, ഇത് ഹിന്ദു സമൂഹത്തിൻ്റെ ഇതിലാണെങ്കിൽ അദ്ദേഹം ഗീത വെച്ച് സംസാരിക്കും. ഇങ്ങനെ ഏതും പറയാൻ വിരൽത്തുമ്പിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു പേരാണ് VD സതീഷ്. അതുകൊണ്ട് കേരളവും ഓർത്തു വെക്കുന്ന ഒരു പേരായിരിക്കും VD സതീഷ്. ആശംസകൾ.